ഹലോ, എന്താണ് പരിപാടി? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഓരോ ക്രാഫ്റ്റും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷേ ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ പിന്നിൽ കുറേ ഫ്ലോപ്പ് കാണും, ചിലപ്പോൾ കുറേ പേഷ്യൻസ്, അങ്ങനെ എന്താ പറയുക, ഒത്തിരി ബാക്ക് സ്റ്റോറീസ് കാണും അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ട്രൈ ചെയ്ത് നോക്കുന്നത് വേറെ ഒന്നുമല്ല, ഫോം ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ബൊക്കെയാണ്. അപ്പോൾ ഈസി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കിത് സക്സസ് ആയിട്ട് കിട്ടി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫോം ക്ലേയിൽ ഈ ഒരു ബൊക്കെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഈ ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. കാരണം നമ്മൾ ഇതിന് മുൻപ് നമ്മുടെ ചാനലിൽ ഒത്തിരി ഫോം ക്ലേ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓൾസോ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ സക്സസ് ആയിട്ട് കിട്ടി. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ബൊക്കെ ഷീറ്റ് ഉണ്ടാക്കുമല്ലോ, അവിടെയാണ്. മുമ്പൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് ബർത്ത്ഡേ വരുന്ന സമയത്ത് ഞാൻ സ്ഥിരം ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഇതുപോലത്തെയൊക്കെയുള്ള മിനിയേച്ചർ ബൊക്കെ എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും ഞാനിന്ന് ക്ലേയിലായിരുന്നില്ല ട്രൈ ചെയ്തത്. പേപ്പറിൽ നമ്മുടെ DIY പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ എയർ ഡ്രൈ ക്ലേയിൽ ചെയ്തിട്ടുണ്ട്. അന്ന് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടി. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഫോം ക്ലേ ആയതുകൊണ്ടും ഇത് ചെയ്തിട്ട് കുറേ കാലം ആയതുകൊണ്ടും സത്യം പറഞ്ഞാൽ ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തുടക്കം തൊട്ടേ നല്ല കൺഫ്യൂഷൻ ആയിരുന്നു. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ സംഭവം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. എനിക്കിത് ഇവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. കാരണം ആ ഒരു ബൊക്കെ ഷീറ്റിൽ നമ്മൾ കുറച്ച് ഫോൾഡിങ്സ് കൊടുക്കണം. ആ ഒരു ഫോൾഡിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം ഞാൻ മറന്നുപോയി. പക്ഷേ എന്തായാലും ഇത് വിട്ട് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫ്ലവേഴ്സിന് നമ്മളൊരു ബെഡ്ഷീറ്റ് പുതപ്പിച്ചതുപോലെ ഉണ്ടല്ലേ. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നി. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് പറയാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് സക്സസ് ആയിട്ട് ചെയ്യും. കാരണം ഒരു കാലത്ത് നല്ല അടിപൊളിയായിട്ട് പേപ്പറിൽ ചെയ്തിരുന്നൊരു സാധനമാണ്. അതിനേക്കാൾ ക്യൂട്ടായിട്ട് നല്ല എസ്തെറ്റിക് ആയിട്ട് നമുക്കിത് ഫോം ക്ലേയിൽ ചെയ്യാൻ പറ്റും. 2-3 തവണ ആ ഒരു ബൊക്കെ ഷീറ്റ് ഉണ്ടാക്കാൻ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ആ ഒരു നാക്ക് കിട്ടിയില്ല. ബട്ട് നമ്മളിത് ചെയ്യും, എന്തായാലും നമ്മളിത് ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.